പ്രഗ്നൻസിയോടുള്ള മനോഭാവം എന്താണ്, അത് കുഞ്ഞിൻ്റെ വളർച്ചയെ സ്വാധീനിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാര്യം. അപ്പോൾ അത് പറഞ്ഞ പോലെ എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ്, ഈ അൺഎക്സ്പെക്റ്റഡ് ചിലപ്പോൾ ഒരു പ്രശ്നമാവുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അൺവാണ്ടഡ് ആകുമ്പോൾ. കുഞ്ഞ് വയറ്റിൽ ജനിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ജനിക്കണം. ഈ മനസ്സിൽ ജനിച്ച കുഞ്ഞാണ് വയറ്റിൽ വളരേണ്ടത്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ അനുഭവങ്ങളെ മുന്നേ ഉണ്ടായ അനുഭവങ്ങളുമായിട്ടാണ് കുട്ടി കണക്ട് ചെയ്യുള്ളൂ. മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പിന്നീട് വരുന്നത്. ആ പ്രഗ്നൻസി കാലം നന്നായിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന കാലവും കുറച്ചും കൂടെ നന്നാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പ്രിമാരിറ്റൽ കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ ഒരു പേരിന് മാത്രം നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യത്തെ 1000 days 1000 ദിവസങ്ങൾ കുഞ്ഞിനെങ്ങനെ ഉണ്ടായിരുന്നു, ആദ്യത്തെ 1000 ദിവസങ്ങളുടെ അനുഭവങ്ങളുടെ തുടർച്ച ആയിരിക്കും പലപ്പോഴും ആദ്യകാല സ്കൂൾ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഞാനൊരു പഠനം വായിച്ചത് എക്സ്പെക്റ്റഡ് ചൈൽഡ് വേസ് അൺഎക്സ്പെക്റ്റഡ് ചൈൽഡ് എന്നുള്ള ഒരു പുസ്തകം കൃത്യമായതിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഈ എക്സ്പെക്റ്റഡ് ചൈൽഡ് ആകുമ്പോഴുണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങൾ, ജസ്റ്റ് ചെറിയൊരു കാര്യമാണ്, ഞാൻ കുട്ടിയെ കാത്തിരുന്ന കുട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു മലയാളം വരിക, എക്സ്പെക്റ്റഡ് ചൈൽഡ് എന്നുള്ളത്. അപ്പോൾ കാത്തിരുന്നൊരു കുട്ടി ആയപ്പോഴേക്കും ആ കുട്ടിയുടെ വളർച്ചയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ ഈ പ്ലാൻഡ് പ്രഗ്നൻസി ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ പറയുമ്പോൾ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന്, ഈ കുഞ്ഞിനോട്, ഈ ഓഫ്സ്പ്രിങ്ങിനോട്, ഈ കുട്ടിയോട്, ഗർഭത്തോടുള്ള ഈ പ്രൈം കെയർ ഗിവേഴ്സിനെ, സിഗ്നിഫിക്കൻ്റായ കെയർ ഗിവേഴ്സാണ് പാരൻസ് തന്നെയാണ്. അവരുടെ മനോഭാവം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത്. എന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസിയോടുള്ള മനോഭാവം എന്താണ്, അത് കുഞ്ഞിൻ്റെ വളർച്ചയെ സ്വാധീനിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു കാര്യം. അപ്പോൾ അത് പറഞ്ഞ പോലെ എക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ്, ഈ അൺഎക്സ്പെക്റ്റഡ് ചിലപ്പോൾ ഒരു പ്രശ്നമാവുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അൺവാണ്ടഡ് ആകുമ്പോഴാണ്. അൺവാണ്ടഡ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. കുട്ടികൾക്ക് പലപ്പോഴും ആദ്യഘട്ടത്തിൽ കിട്ടിപ്പോകുന്ന റിജക്ഷനാണ്. ഗർഭത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റിജക്ഷൻ കിട്ടിപ്പോകും. ഇതിലൊന്നും വരാത്തൊരു പ്രഗ്നൻസി ഉണ്ട് കേട്ടോ, ഇല്ലീഗൽ പ്രഗ്നൻസി. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ലിവിങ് ടുഗെദർ, ഇങ്ങനെയുള്ള അൺവെഡ് മദേഴ്സിൻ്റെ ഒക്കെ ഒരു വലിയ ബൂമ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിലൊക്കെ ഇരയാക്കപ്പെടുന്ന ആരായിരിക്കും ചോദിച്ചാൽ ഇത് ജനിക്കുന്ന കുട്ടികളായിരിക്കും. നമ്മളിപ്പോൾ പലപ്പോഴും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലും വ്യക്തികളുടെ റൈറ്റിൻ്റെ പേരിലൊക്കെ പോകുമ്പോഴും ഇതിൻ്റെ ഇടയിൽ ഉണ്ടായി പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് തന്നെ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു കുഞ്ഞ് വരിക എന്ന് പറയുന്നത് ഒരു വലിയ അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേസാണ്. ശരിക്കും ഒരു വലിയ ഭാഗ്യമാണത്. ഒരു പ്രിപ്പയർഡായ കാത്തിരുന്ന ഒരു ശരീരത്തിലേക്ക്, കാത്തിരുന്നൊരു മനസ്സിലേക്ക്. മനുഷ്യർക്ക് പറയാറുണ്ടല്ലോ, വി ആർ ദ ആൻസേർഡ് പ്രയർ എന്ന് പറയാം. നമ്മൾ ഓരോ മനുഷ്യരും ഭൂമിയിൽ ഉത്തരം കിട്ടിയ പ്രാർത്ഥനകളാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഉത്തരം കിട്ടിയ പ്രാർത്ഥനയായിട്ട് ഒരു കുട്ടി ജനിക്കണം. കുഞ്ഞ് വയറ്റിൽ ജനിക്കുന്നതിന് മുമ്പ് മനസ്സിൽ ജനിക്കണം എന്ന് പറയും. ഈ മനസ്സിൽ ജനിച്ച കുഞ്ഞാണ് വയറ്റിൽ വളരേണ്ടത്. അപ്പോഴേ ആദ്യത്തെ അനുഭവം ശരിയാവുള്ളൂ. കുട്ടിയുടെ ആദ്യത്തെ അനുഭവമാണ് പ്രഗ്നൻസി. ശരിക്കും ഒരു അനുഭവമാണ്. അമ്മയുടെ അനുഭവങ്ങളെ നമ്മൾ പലപ്പോഴും കാണാറുള്ളൂ. പക്ഷെ അമ്മനേക്കാളും അധികം ഈ പ്രഗ്നൻസി കുഞ്ഞിനുണ്ടാക്കുന്ന അനുഭവങ്ങൾ എന്താണ്, പ്രഗ്നൻസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും കുഞ്ഞിനുണ്ടാകുന്ന അനുഭവങ്ങൾ എന്തായിരിക്കും, ഇതിനെക്കുറിച്ചാണ് ഇന്നിപ്പോൾ പല പഠനങ്ങളും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഏർലി ഇയേഴ്സിലെ ടീച്ചേഴ്സ് ഈ ആദ്യകാല അനുഭവങ്ങളെക്കുറിച്ച് നന്നായിട്ട് അവെയറായിരിക്കണം. എന്ത് തരം പ്രഗ്നൻസിയിൽ വളർന്ന കുട്ടിയാണ്, എന്ത് തരം പ്രഗ്നൻസി അനുഭവങ്ങളായിരിക്കും കുട്ടി കിട്ടിയിട്ടുണ്ടാവുക, അമ്മ കടന്നു പോയിട്ടുണ്ടാവുന്ന ഒരു അനുഭവങ്ങളുടെ ലോകം എന്തായിരിക്കും എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മളിപ്പോൾ അപ്പോഴേ കുട്ടിയെ വന്നൊരു യാത്രയെ മനസ്സിലാക്കുമ്പോഴേ കുട്ടിയുടെ ഇപ്പോഴത്തെ പെർഫോമൻസിനെ നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. നടന്നെത്തിയൊരു വഴിയുണ്ട് കുട്ടി. ആ വഴിയെ മനസ്സിലാക്കാതെ കുട്ടിയുടെ ഇപ്പോഴത്തെ നടപ്പിനെ നമുക്ക് വിധിക്കാനോ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എക്സ്പീരിയൻസുകളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ അല്ലേ, നമ്മുടെ തുടക്കം അസസ്മെൻ്റ് എന്നുള്ള ഒരു വലിയൊരു കാര്യമാണ് വരുന്നത്. ഓരോ കുട്ടിക്കും വേണ്ടത് വ്യത്യസ്തമായ എക്സ്പീരിയൻസുകളാവാം. ഇനി സെയിം എക്സ്പീരിയൻസിനെ തന്നെ 2 രീതിയിൽ എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഒരേ എക്സ്പീരിയൻസിന് ചിലപ്പോൾ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് കാണാറുണ്ടാവും. ചിലപ്പോൾ ഈ അനുഭവങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കും എടുക്കുന്നത്, പെർസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അതിലെനിക്ക് തോന്നുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആദ്യത്തെ ഒരു 8 വർഷക്കാലമാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിട്ട് പറയുന്നത്. പുതിയ NEP-യിലൊക്കെയുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 0 to 8 years ആണ്. ഈ 0 എന്ന് പറയുന്നത് നത്തിങ് സ്റ്റേജാണ്. 0 ഈസ് നത്തിങ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് മുതൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് 3 വയസ്സ് വരെ. ഈ 3 വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടിയുടെ ഒരു പ്രിനാറ്റൽ സ്റ്റേജ്, ഗർഭകാലമുണ്ട്. ഗർഭകാലത്ത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 1.5 വർഷം മദറുമായിട്ട് കുഞ്ഞ് അറ്റാച്ച്മെൻറ്റും ട്രസ്റ്റും ഒക്കെ ബിൽഡ് ചെയ്യുന്നൊരു കാലം. അതിനുശേഷം കുട്ടിയുടെ കുറച്ചുകൂടെ സ്വതന്ത്രമായൊരു ലോകം 3 വയസ്സാകുമ്പോഴേക്ക്. അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ അനുഭവങ്ങളെ മുന്നേ ഉണ്ടായ അനുഭവങ്ങളുമായിട്ടാണ് കുട്ടി കണക്ട് ചെയ്യുള്ളൂ.
മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്തായിരുന്നു, അതിൻ്റെ തുടർച്ച തന്നെയായിരിക്കും പിന്നീട് വരുന്നത്. ആ പ്രഗ്നൻസി കാലം നന്നായിട്ടുണ്ടെങ്കിൽ ശേഷം വരുന്ന കാലവും കുറച്ചും കൂടെ നന്നാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈഫ് എന്നുള്ളത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തുടർച്ചയായ അനുഭവങ്ങളുടെ ഒരു ലോകമാണ്. അപ്പോൾ ഈ മുതിർന്നവരായ മനുഷ്യർ, അധ്യാപകരാവാം, കുട്ടിയുടെ പ്രൈം കെയർ ഗീവേഴ്സായ പാരൻസ് ആവാം, ഇവരൊക്കെ എത്ര കണ്ട് കുട്ടിയുടെ യാത്രയിലേക്ക് പ്രിപ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പ്രിമാരിറ്റൽ കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, ഇതൊക്കെ ഒരു പേരിന് മാത്രം നടക്കുന്ന പരിപാടികളാണ്. ഇഷ്ടം പോലെ അവസരങ്ങൾ നമ്മൾ എന്നുണ്ടെങ്കിലും മുതിർന്ന ആളുകൾ ഇതിൻ്റെ അകത്തേക്ക് എത്ര കണ്ട് പ്രിപ്പയർഡ് ആവുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേണാണ്, നല്ലൊരു കൺസേണാണ്. ഇനി ഈ മുതിർന്നവരായ ആളുകൾ പ്രിപ്പയർഡ് ആവുന്നു, പിന്നെ അതിനുശേഷം കുഞ്ഞിനെ പിന്നെ ചിന്തിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു, സ്വപ്നം കാണുന്നു. കുഞ്ഞിൻ്റെ ആദ്യത്തെ ജന്മം എന്ന് പറയുന്നത് സെല്ലുലാർ ബർത്താണ്. ഒരു കോശ ജന്മമാണ് കുഞ്ഞിൽ നടക്കുന്നത്. ഒരു കോശമായി ജനിക്കുന്നു, അത് വളരുന്നു, ഭ്രൂണാവസ്ഥയിൽ വളരുന്നു. അതിൽ 9 മാസം കൊണ്ട് വലിയ ഗ്രോത്താണല്ലോ ഗർഭകാലത്ത് നടക്കുന്നത്. അതേ സ്പീഡിൽ പിന്നെ ഒരിക്കലും നമ്മുടെ ശരീരം വളർന്നിട്ടില്ല, അതേ സ്പീഡിൽ. അപ്പോൾ അതിനുശേഷം പലപ്പോഴും ഇപ്പോഴും നമ്മളൊരു വിശ്വാസങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ കുഞ്ഞിന് 4-ാം മാസമാണ് ജീവൻ കിട്ടുക, അതിനു മുമ്പ് കുഞ്ഞിന് ജീവനില്ല. കൃത്യമായ ശാസ്ത്രീയമായ ഒരു അവെയർനെസ് ഇപ്പോഴും ഈ കാലത്ത് പോലും ആളുകൾക്കിടയിൽ ഇല്ല എന്നുള്ളതാണ്. ഗർഭത്തിൽ കുഞ്ഞ് ശ്വാസം എടുക്കുന്നൊക്കെ പറയുന്ന ആൾക്കാരെ നമ്മളിപ്പോഴും കാണാറുണ്ട്. ഗർഭത്തിൽ കുഞ്ഞ് ശ്വാസം എടുക്കുമല്ലോ, ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ അടിസ്ഥാനമില്ല അതിനകത്ത്. അപ്പോൾ ശാസ്ത്രീയമായ അറിവുകൾ വളരെ കുറവാണ് ഇപ്പോഴും ആളുകൾക്ക്. ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭകാലം പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ട്രോമകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു കാലമാണ്. ഗർഭിണിക്ക് ഉണ്ടാകാവുന്ന ഏത് സ്ട്രെസ്സും സ്ട്രെയിനും എന്ത് ചെയ്യാം, നിരന്തരമായിട്ടുണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിലേക്ക് എത്തും നമുക്കറിയാം. പിന്നെ അതിന് ശേഷമുള്ള ലോകത്തും പലപ്പോഴും ഒരു 3 വയസ്സിനുള്ളിൽ കാലെടുക്കുകയാണെങ്കിലും അവിടെയും വേണ്ടത്ര പ്രിപ്പയർഡ് അല്ലാണ്ടാണ് ഏർലി ഏഴ്സിൽ പാരൻറ്റിങ് നടക്കുന്നത്. അതിൻ്റെയൊക്കെ തുടർച്ചയാണ് പിന്നെ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യത്തെ 1000 days, 1000 ദിവസങ്ങൾ കുഞ്ഞിന് എങ്ങനെ ഉണ്ടായിരുന്നു, ആദ്യത്തെ 1000 ദിവസങ്ങളുടെ അനുഭവങ്ങളുടെ തുടർച്ച ആയിരിക്കും പലപ്പോഴും ആദ്യകാല സ്കൂൾ അനുഭവങ്ങളെന്ന് പറയുന്നത്. ഈ ലോകത്തോടുള്ള കുട്ടിയുടെ കാഴ്ചപ്പാട്, പിന്നെ മറ്റു മനുഷ്യരുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ ഒരു 3 വയസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഏറെക്കുറെ കിട്ടിപ്പോയിട്ടുണ്ടാവും. അവരുടെ ഫൗണ്ടേഷൻ അവിടെ നിർമ്മിക്കപ്പെട്ടു, അതിൻ്റെ മുകളിലേ ഇനി പണിയാൻ കഴിയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട. ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എത്ര എടുക്കാമല്ലോ. പലപ്പോഴും ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തത് വലിയൊരു പ്രശ്നം കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ശരിക്കും വളരെ കൃത്യമായി കോംപ്രഹെൻസീവായിട്ട് പ്രഗ്നൻസി മുതൽ തന്നെ പാരൻ്റ് ആവാൻ പോകുന്ന ആളുകളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന കോഴ്സുകൾ, മെൻറ്റർഷിപ്പ്, മെൻറ്റേഴ്സ്, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ വരണം.